ഗൈസ് നമുക്ക് ഇതില് 21 ഗിയർ ആണ് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പോ ഇതിലിപ്പോ ഏറ്റവും സ്കൂളില് സ്പീഡിലെ ഗിയർ എന്ന് പറയുമ്പോ ഇതിന്റെ ഫ്രണ്ട് ഗിയറത്തെ ഏറ്റവും ടോപ്പും ബാക്ക് ഗിയറത്തെ ടോപ്പാണ്. ഫ്രണ്ട് ഗിയറത്തെ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ആണ് ഏറ്റവും ടോപ്പ് ഉള്ളത്. ഗിയറും അതിന്റെ ടോപ്പ് ഗിയറും മാക്സ് ആക്കിയാലും ഓടിക്കാൻ പറ്റുള്ളൂ. ഇത് പറയുമ്പോ ഇതിന്റെ ഗിയർ മാക്സ് ആക്കി ഓടിക്കുമ്പോ നമ്മുടെ കാലിന് ഇത്തിരി പ്രഷർ കൊടുക്കേണ്ടി വരും. എന്താ പറയാ, നമ്മളിപ്പോ സ്പീഡിൽ ഓടിക്കണമെങ്കിൽ തന്നെ ഒരു ഇത്തിരി പ്രഷർ കൊടുക്കേണ്ടി വരും. ഏറ്റവും സ്മൂത്ത് ഗിയർ ആണെങ്കിൽ അതിന്റെ ഒന്നും ഇട്ടാൽ മതി. അപ്പൊ ഗൈസ് ഇതിന്റെ ഹൈറ്റ്, സീറ്റിന്റെ ഹൈറ്റ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാൻ രണ്ട് കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞത് എന്ന് വെച്ചാൽ കുറെ പേര് പറഞ്ഞിട്ട് അറിഞ്ഞത്. ഇതിലാണ് ഒന്ന് നമ്മളെ ഹിപ്പിന്റെ അനുസരിച്ച് സീറ്റ് പൊന്തിച്ചിട്ട് വെക്കണതാണ്. പിന്നെ രണ്ടാമത്തെ എന്താന്ന് പറയുമ്പോ നമ്മൾ ഇതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ കാല് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ രീതിയിൽ വരുമ്പോ നമ്മളെ കറക്റ്റ് ഹിപ്പിന്റെ ആ ഭാഗത്തേക്കൊക്കെ എത്തും. അപ്പൊ ഇങ്ങനെ വെക്കുന്നതാണ് ഒരു രീതി. പിന്നെ മറ്റേത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മറ്റേ ഹിപ്പിന്റെ അളവ് നോക്കിയിട്ടാണെന്ന്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഗൈസ് ഈ സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. ഇപ്പൊ പറയുമ്പോ ഓരോ ഗിയറിനനുസരിച്ചിട്ടാണ് ഓരോ ഇതിലും നടക്കുക. ഏറ്റവും സ്മൂത്തസ്റ്റ് ഗിയർ ഞാൻ പറഞ്ഞ പോലെ ഒന്നാണ്. അപ്പൊ ഞാൻ എന്റെ സ്പീഡിനനുസരിച്ച് ഓടിക്കാൻ പറ്റുന്ന ഗിയറുകളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ഇതിപ്പോ ഇത്രേ ഉള്ളൂ. അപ്പൊ എന്റെ സൈക്കിള് 3 വർഷത്തിന് ശേഷം എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിട്ട് എടുത്ത മാത്രമുള്ള വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും ഗൈസ് ബൈ.